ശ്രീ യുവരാജ് ഗോകുൽ വളരെ അപകടകരമായ ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഖനനാനുമതി നീട്ടിക്കൊണ്ടുപോയത് CMRLനെ സഹായിച്ചത്, ഇപ്പോൾ ഹവാല ഇടപാട് കൂടി വരുമ്പോൾ ഇത് എത്രമാത്രം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുകയാണ്? അല്ല, ശ്രീ ഹാഷിം പറഞ്ഞൊരു കാര്യം എനിക്ക് അദ്ദേഹം പറഞ്ഞാണ് എന്താണ് ഗവൺമെൻറ് അല്ല 13% ഗവൺമെൻറ്റിൻ്റെ ഷെയർ കൂടി ഉണ്ട് CMRL കമ്പനിക്ക് എന്നുള്ളതാണ്. ഇത്രയും ദിവസവും സഖാക്കൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് ഷെയർ അല്ല എന്താണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപെടലുകൾ മാത്രമാണ്, ഇതിനകത്ത് മറ്റുള്ളവർക്ക് എന്ത് കാര്യമെന്നാണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം അതിനകത്ത് ഗവൺമെൻറ് ഷെയർ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഗവൺമെൻറ് ഷെയർ ഉള്ള ഒരു കമ്പനി ഒരു സേവനവും നൽകാത്ത ഒരാൾക്ക് ഇത്ര കോടി രൂപ കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടുന്നതായിട്ടുള്ള പ്രാഥമികമായ ബാധ്യത ആർക്കാണ്? ഈ ഗവൺമെൻറ്റിന് തന്നെയല്ലേ? അതായത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് തന്നെയല്ലേ ആദ്യത്തെ ബാധ്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും ഷെയർ ഉള്ളൊരു കമ്പനിയാണ്, ആ കമ്പനി ഒരു സേവനവും തരാത്ത ഒരാൾക്ക് എന്തിനാണ് ഇത്രയും കോടി രൂപ എന്നുള്ള ചോദ്യം ആദ്യം ഉയർത്തേണ്ടിയിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? നോക്കൂ, കോൺഗ്രസ് ആണിത് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്തുമാത്രം വലിയ ബഹളം ഉണ്ടാക്കിയേനായിരുന്നു. ഞങ്ങളുടേതേ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. അപ്പം നിങ്ങളത് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കൂ, നമ്മുടെ കടൽ തീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കിക്കൊണ്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായി. ഇപ്പം നമ്മുടെ ബംഗ്ലാദേശിന് അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് BSF കാലാകാലങ്ങളായിട്ട് അവിടെ ലാൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ലാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മമതാ സർക്കാർ തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അത് തയ്യാറാകാതിരുന്നതിൻ്റെ ദൂഷ്യഫലം അനുഭവിച്ചതാരാണ്? നമ്മുടെ രാജ്യം തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചത്. ചോദിച്ചത് BJPക്ക് വേണ്ടിയിട്ടല്ല, BSFന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, എന്നിട്ട് പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ തീരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും എന്ന് പറയുന്നത്. ഇത് കാലങ്ങളോളം വർഷങ്ങളോളം അതിനെ ഡിലേ ചെയ്യിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അത് പൊളിറ്റിക്കൽ റീസൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് മോണിറ്ററി ബെനിഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ മോണിറ്ററി ബെനിഫിറ്റ് CPM-മായി ബന്ധപ്പെട്ടിട്ടല്ല, അത് തൈക്കണ്ടി ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, പിണറായി വിജയൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പോൾ 85 ലക്ഷം രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല അത് CPM-ൻ്റെ മൊത്തം ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ 85 ലക്ഷം രൂപ എന്ന്. CPM പോലൊരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം 85 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അവർക്കത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും വീണ വിജയൻ്റെ അക്കൗണ്ട് വഴി ഈ കാര്യങ്ങളൊന്നും ചെയ്യാമെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് അതുമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പിണറായി വിജയന് സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട് കേന്ദ്രീകരിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുകയാണ്. ഇത് പുറത്തു വന്നു. ഇതിനു മുമ്പ് ഇത് സ്വപ്ന സുരേഷ് പറയുന്ന സമയത്ത് റിവേഴ്സ് ഹവാലയുടെ വിഷയം വരുന്ന സമയത്ത് അന്ന് പിണറായി വിജയൻ ഈ പറയുന്ന പോലെ ചിരിച്ച് കുറേ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അന്ന് കൈകഴുകി പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. നിലവിൽ ഈ കാര്യം കുറച്ചുകൂടി എവിഡൻഫുള്ളായിട്ട് പുറത്തു വരികയാണ്, എവിഡൻഷ്യലായിട്ട് പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗവൺമെൻറ്റിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റോളോ അവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു ഫയൽ നീങ്ങുന്ന സാഹചര്യമൊന്നുമല്ല. പക്ഷേ അവർ പറഞ്ഞാൽ ഒപ്പിടുന്ന 2 പേര് ഈ പറയുന്ന ഗവൺമെൻറ്റിനകത്ത് വലിയ രീതിയിലുള്ള സ്വാധീനമായിട്ട് അല്ലെങ്കിൽ സ്വാധീന ശക്തികളായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുമായി ബന്ധപ്പെട്ടിട്ട് കൂടി തന്നെയാണ് ഈ പറയുന്ന മണി ട്രയൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.